ഹലോ, ചക്കയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ അത് മുറിക്കുമ്പോൾ നമ്മുടെ കത്തിയും വെട്ടുകത്തിയൊക്കെ നിറച്ച് പശയായിരിക്കും. അപ്പോൾ ഇത് കളയാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കുറേ പേർക്ക് അറിയായിരിക്കും, അറിയാത്തവർ ചിലവരുണ്ടെങ്കിൽ അവരൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടുന്ന വീഡിയോ ആണ് കേട്ടോ. ചക്ക കട്ട് ചെയ്യുമ്പോൾ കത്തിയിലുണ്ടാകുന്ന പശയൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് കാണിക്കുന്നത്. നമ്മുടെ സ്റ്റവ് ഒന്ന് ഓണാക്കി കഴിഞ്ഞ ശേഷം കത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പശയുടെ അവിടെ ഇങ്ങനെ പത വരും. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ഇങ്ങനെ ആവുക ഇങ്ങനെ പതഞ്ഞ് കിട്ടുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ടൊരു തുണിയിലോ പേപ്പറിലോ തുടച്ചെടുക്കാം. ശരിയല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കും. ഇവിടെ എന്താ ഉണ്ടായത്? എന്താണ് അമ്മയ്ക്ക് ആ ആവേശം? എന്താ അമ്മ എന്റെ തലയോട് കാണിക്കാത്തത്? അമ്മയുടെ കൈകൊണ്ട് ഒരു ഇഷ്ടം മുറുക്കെങ്കിലും ഉണ്ടാക്കി അവ കൊടുത്തതായിരുന്നു. ഒരു ഇഷ്ടമില്ല, മുറുക്കില്ല അവിടെ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മുടെ വെട്ടുകത്തിയിലും ചെയ്യേണ്ടത്. ഗ്യാസ് സ്റ്റൗമ്മ വെച്ച് കൊടുത്തതിന് ശേഷം പത വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കുക. അതിന് ശേഷം തുണിയിലോ പേപ്പറിലോ അങ്ങനെ തുടച്ചെടുക്കാവുന്നതാണ്. ഞാനപ്പോൾ കൂടുതൽ ആൾക്കാരും ചെയ്യണ കണ്ടിരിക്കുന്നത് ചക്ക കട്ട് ചെയ്തിട്ട് പശയാകുമ്പോൾ വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ തേച്ചിട്ട് തുടച്ചെടുക്കുന്നതാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ അതിനേക്കാളും എളുപ്പമാർഗ്ഗം ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ചക്കയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. നന്നായിട്ട് ക്ലിയർ ആയി കിട്ടും കേട്ടോ. പശയൊക്കെ നന്നായി റിമൂവ് ആയി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും പോകണം കേട്ടോ. ഓക്കെ.